എളുപ്പത്തിൽ നല്ല എരിവോടെയും കുറച്ച് പോത്ത് റോസ്റ്റ് റെഡിയാക്കി എടുക്കാമേ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ പോത്തൊന്ന് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കാമേ. അപ്പം ഈ നേരത്തിന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 10 കഷ്ണത്തോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ 1 കഷ്ണം പട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ പെരിഞ്ചീരകവും ഏലക്കയും കൂടി പൊടിച്ച പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇറച്ചിയിൽ തിരുമ്മി പിടിപ്പിക്കാമേ. ഇതിനെ ഒരു കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. 2-3 വിസിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തത് കൂടിപ്പോയത് കൊണ്ട് തന്നെ വെള്ളം ബാക്കി ഉണ്ടായിരുന്നേ, അത് വേസ്റ്റാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറച്ചി തണുത്തതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പുരട്ടി അരപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാമേ. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയെ അതിലോട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.